ഇപ്പൊ ചരിത്ര നിർമ്മാണത്തിന്റെ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട്, ചരിത്ര നിർമ്മാണത്തിന്റെ സാമഗ്രികൾ എന്ന് ഞാൻ പറയുന്നത് പുരാവസ്തു വിജ്ഞാനിയും അല്ലെങ്കിൽ ലിഖിത വിജ്ഞാനിയും അല്ലെങ്കിൽ അക്കാലത്തെ സാഹിത്യകൃതികൾ, അക്കാലത്തെ മറ്റു തെളിവുകൾ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു എവിഡൻസ് ബേസ്ഡ്, ഒരു സോഴ്സ് ബേസ്ഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചരിത്ര നിർമ്മാണ രീതിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇളംകുളം പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവയുമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്നുള്ള പേരിൽ ആദ്യം എഴുതിയ ഒരു ലേഖന സമാഹാരത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിലും അതിനുശേഷം അദ്ദേഹം എഴുതിയ നിരവധി ലേഖനങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇക്കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് കരുതുന്നു. അതുമാത്രമാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, നമുക്കിവിടെ ഒരു രാഷ്ട്രീയ ഏകകം ഉണ്ടായി വന്നു എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ഏകകം ഉണ്ടായി വരുന്നതിന് ആധാരമായിട്ട് ചരിത്രത്തിൽ വരുന്ന ഒരു സമൂഹഘടനയിലും അതുപോലെ തന്നെ സാംസ്കാരിക ഘടനയിലും അക്കാലത്തെ രാഷ്ട്രീയ നീതിക്രമത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. നമുക്ക് പെട്ടെന്നൊരു രാജാക്കന്മാരുണ്ടാവില്ല, ഭരണാധികാരം ഉണ്ടാവില്ല, അങ്ങനെ യാതൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചേര രാജാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ശ്രീധരമേനോൻ പറയുന്ന കുലശേഖര എംപയർ എന്ന് വിളിക്കുന്ന സംഗതി ശരിയാണെങ്കിൽ അതൊരു എംപയർ ആയിരുന്നു. ആരാണ് കുലശേഖരന്മാർ, എങ്ങനെ അവർ വളർന്നു വന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന തെളിവുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അക്കാലത്ത് ഏതാണ്ട് 150ഓളം വരുന്ന ശിലാശാസനങ്ങളും മറ്റ് ശാസനങ്ങളും. ഈ ശാസനങ്ങളെ പൂർണ്ണ രൂപത്തിൽ ശേഖരിച്ച് അവയെ മുഴുവൻ കൃത്യമായി പരിശോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവയുടെ അടിസ്ഥാനത്തിൽ ഈ ഇളംകുളം പറഞ്ഞു വെച്ച കാര്യങ്ങളെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ഒന്നാമത് നടത്തിയത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ക്രൊണോളജി സൃഷ്ടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എത്രമാത്രം ഈ പറയുന്ന ഒരു രാജവംശ പരമ്പര അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ, അഥവാ അങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണം നടത്തുകയാണ് ഒന്നാമത് MGS ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു രൂപം ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആധാരമായിട്ട് ഒരു സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കണം. അവിടെയാണ് ഇവിടെ ഡോക്ടർ റസാഖ് സൂചിപ്പിച്ച മാർക്സിസ്റ്റ് മെത്തഡോളജിയുടെ പ്രാധാന്യം വരുന്നത്. അതായത് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട്